ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലുള്ള ഈ വീടിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 70 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പൊ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 3.5 സെന്റിൽ 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു ഹോം തിയേറ്റർ റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടു, ഹോം തിയേറ്ററോട് കൂടി ഒരു വീട് 70 ലക്ഷം രൂപയ്ക്ക് എന്നുള്ളത്. അപ്പൊ ഹോം തിയേറ്റർ ഒക്കെ വരുമ്പോൾ സാധാരണ നിങ്ങൾ ആ വീഡിയോ നോക്കില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 3 ബെഡ്റൂമുകൾ 3.5 സെന്റിൽ ഹോം തിയേറ്ററിന്റെ ആ ഒരു റൂം ഉൾപ്പെടെ 70 ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന പുതിയ വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 30ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമുക്കൊരു 5ഓളം വീടുകൾ ഇവിടെ വർക്ക് കഴിഞ്ഞ് സെയിലിനായിട്ട് റെഡിയായി ഇരിക്കുന്നുണ്ട്. ഒരിടത്തിനകത്ത് ആള് താമസമായതാണ്. ബാക്കിയുള്ളൊരു 4 വീടുകൾ നമുക്ക് സെയിലിനുണ്ട്. ബാക്കിയുള്ള വീടുകളുടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ 30 വില്ലകളോളം ഉള്ള ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്താണ് നമ്മുടെ ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. കളമശ്ശേരിയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഇന്റർനാഷണൽ ലീഗൽ കോളേജിലേക്ക്, നുവാൽസിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് 8 കിലോമീറ്ററും, അതുപോലെ കളമശ്ശേരി ക്യുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞു 3 കിലോമീറ്റർ, അതുപോലെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഇവിടെ നിന്നും 4.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എല്ലാ പ്രധാനപ്പെട്ട സ്കൂൾ ബസ്സുകളും കടന്നു പോകുന്ന വഴിയാണ്. അതുകൂടാതെ നമുക്ക് ഒരുപാട് സ്കൂളുകൾ ഇവിടെ അടുത്തുണ്ട്. സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂള്, രാജഗിരി, നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ ഈസി ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് മെയിൻ റോഡിലേക്ക്, ബസ് റൂട്ടിലേക്കൊക്കെ വെറും 800 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടു, ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ എലവേഷനും മതിലും ഗേറ്റും ഒക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതിൽ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് കൂടാതെ ഇടയ്ക്ക് വരുന്ന ചില ഭാഗങ്ങളിൽ ജിയഡ സ്ക്വയർ ഷീറ്റ് കൊണ്ട് നമുക്ക് ലേസർ കട്ട് ഡിസൈനുകൾ വരുന്നുണ്ട്. അതിന് താഴെ ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ നോക്കിയാലും നല്ല ഡിസൈനോട് കൂടിയിട്ട് ഷോ ലൈറ്റും മതിലുള്ള ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പ്ലസ് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ് നമുക്ക് മെയിൻ ആയിട്ട് പെയിന്റ് ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള എലിവേഷൻ തന്നെയാണ്. അത്യാവശ്യം ഡിസൈൻ ഉള്ള വോളുകളൊക്കെ വരുന്നുണ്ട്. വിൻഡോസ് ഒക്കെ ആണെങ്കിലും പ്യൂർലി വൈറ്റ് കളറാണ്. മുകളിലാണെങ്കിലുള്ള ഒരു എ ഷേപ്പ് റൂഫ് വെച്ചിരിക്കുന്നിടത്തും ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. അല്ലാതെ വരുന്ന കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് നമുക്ക് ചെറിയൊരു സ്ക്വയർ പീസ് ഒക്കെ വെച്ചിട്ട് അവിടെയും പല ഡിഫറെന്റ് കളറുള്ള പെയിന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ഞാൻ പറഞ്ഞു നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഗേറ്റ് ആണ്. ഈ ഒരു ഗേറ്റ് നമ്മൾ സ്ലൈഡ് ചെയ്തു, ഇത് നമുക്ക് ഫോൾഡ് ചെയ്തും വെക്കാം. അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിന്റെ സറൗണ്ടിങ് ഏരിയാസും പോർച്ചൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഗ്രാസിന്റെ വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇതാണ് നമുക്ക് കവേർഡ് ആയിട്ട് കിട്ടുന്ന ഒരു കാർ പോർച്ച്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ വരുന്ന ആ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് മറ്റൊരു കാർ കൂടി പാർക്ക് ചെയ്യാം. ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീട്ടിലേക്ക് എൻട്രി ചെയ്തിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആ ഭാഗം വരെ നമുക്ക് ഏകദേശം ഈ സ്റ്റോൺസ് ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ്. പിന്നീട് ഇപ്പം അങ്ങോട്ടുള്ള ഭാഗത്തേക്കെല്ലാം തന്നെ നമുക്ക് കുറച്ചും കൂടെ അവിടെ ചെടികളൊക്കെ നടാനായിട്ട് കുറച്ച് ഭാഗം വേക്കന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പണി കഴിഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാലും കാണാം, അവിടെ കോർണറിലും ചെറിയൊരു ട്രീ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുവട്ടത്തൊക്കെ നോക്കുവാണെങ്കിലും കാണാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സ്റ്റോൺസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെയും ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ്, ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരാൾക്കല്ല 2-3 പേർക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. ബാക്ക് സൈഡിൽ നോക്കിയാലും കാണാം ആ ഭാഗത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു കിണർ കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. നമുക്ക് വർക്ക് കഴിഞ്ഞതിന്റെ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാനുള്ള ആ ഒരു ഇത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ കിണർ കണ്ടിരുന്നു. അപ്പൊ കിണർ കൂടാതെ നമുക്ക് ഈ വീട്ടിൽ വാട്ടറിനായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KW വാട്ടറാണ് നമുക്ക് എടുക്കാവുന്നത്. ഇപ്പൊ 2 തരത്തിലുള്ള വെള്ളങ്ങൾ നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആണ്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സിറ്റ് ഔട്ട് കാണാം, ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ ആണെങ്കിലും ബ്ലാക്ക് കളറിലെ ഡിസൈൻ വരുന്ന ടൈൽ ഒട്ടിച്ചിട്ട് മുകൾ ഭാഗത്ത് നോക്കിയാൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്.
വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ കാണാം 2 പീസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് വരുന്നത്, വീടിന്റെ ഡോർ വരുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. അപ്പൊ നമുക്ക് ഇനി അകത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.5 സെന്റ് ലാൻഡിലാണ്. 3.5 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള, അകത്തൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് സ്പേസുകൾ കിട്ടുന്നത്. ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഫ്ലോർ നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് 2 കാണാം. ഈ ഭാഗത്ത് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കോൺക്രീറ്റ് കാണാതിരിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. നല്ല ഡിസൈനോട് കൂടിയ ആ ഒരു മൾട്ടിവുഡ് ഒക്കെ തന്നെയാണ് ബാക്ക് സൈഡിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഷെൽഫ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലും നിറയെ ഓപ്പൺ ഷെൽഫുകളാണ് നമുക്ക് കിട്ടുന്നത്. റൂഫിലൊക്കെ ചെയ്തിരിക്കുന്ന വർക്കുകൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വളരെ ഭംഗിയുള്ള വർക്കുകളാണ്. വുഡൻ ഫിനിഷിംഗ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ, LED സ്ട്രിപ്പുകൾ, ചെറിയ ചെറിയ സ്പോട്ട് ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫെസിലിറ്റിയും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡൈനിങ്ങിന്റെ സ്പേസിലേക്ക് വരുമ്പോൾ മുകളിൽ നമുക്ക് 2 ഹാങ്ങിങ് ലൈറ്റ് കൂടി ഇവിടെ ഇട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ലിവിംഗ് സ്പേസ് നല്ല നീളത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റെയർ കേസിന്റെ ഒരു പകുതി ഭാഗം ടൈലും ബാക്കി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഗ്രാനൈറ്റും ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ വരുന്നത്. ഹാൻഡ് റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വുഡൻ ഫിനിഷ് ആണ്. മെറ്റലിൽ തന്നെയാണ് ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വിൻഡോസ് കാണാം. ഇവിടുത്തെ വിൻഡോസ് ആണെങ്കിലും ഇതുപോലെ കോൺക്രീറ്റ് ഒക്കെ കവർ ചെയ്തിട്ട് മൾട്ടിവുഡ് ആണ് വരുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഒരു കളർഫുൾ പെയിന്റ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിനുള്ള ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നോക്കുവാണെങ്കിലും ബ്രാൻഡഡ് കമ്പനീസിന്റെ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളിപ്പോൾ മാർബിൾ ഹോംസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു വാഷ് ബേസിനൊക്കെ നോക്കിയാൽ കാണാം അതിന്റെ സൈഡൊക്കെ വന്നിട്ട് നല്ല ഗോൾഡൻ കളറാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ടൈലും താഴെ വന്നിട്ട് ആ ഒരു ലൈറ്റ് പീച്ച് കളർ വരുന്ന ഒരു കബോർഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ഇനി കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു എൻട്രൻസിൽ തന്നെ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ നിന്നും കിച്ചണിലേക്ക് വരുന്ന ഭാഗത്ത് റൂഫ് നോക്കിയാലും കാണാം നല്ല രീതിയിലെ വർക്കുകളും ഒരു ഗ്രീനിഷ് കളറിലുള്ള LED സ്ട്രിപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നമുക്കൊരു ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഭംഗിയുള്ള ക്ലോക്കുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കിട്ടുന്നത്. ഏകദേശം ഒരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളറും അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെങ്കിലും കാണാം കിച്ചന്റെ ആ ഒരു ബാക്കിയുള്ള വോളുകളെല്ലാം തന്നെ വൈറ്റ് ടൈലും ഈ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് ഗ്രാനൈറ്റിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കിട്ടുന്നത്. 3 വിൻഡോസ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ ഓൾറെഡി ചിമ്മിണി കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫിൽ നോക്കിയാലും കാണാം നല്ല വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള റൂഫിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ അവിടെയും 3 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ധാരാളം തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയും കൂടാതെ ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വാർഡ്രോബ് സ്പേസ് വേറെയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇപ്പോൾ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഏരിയയിലൂടെ എല്ലാം തന്നെ കടന്നു പോയതാണ്. ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമുകൾ പ്ലസ് ഒരു ഹോം തിയേറ്റർ റൂമിനുള്ള സ്പേസും കൂടെയാണ് കിട്ടുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റിൽ ഈ ഒരു ഡിസൈനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു സൈസ് നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റിൽ 12-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാൽ കാണാം കുറച്ച് വെറൈറ്റി ഉള്ള വർക്കുകളാണ്. നമ്മൾ അധികം ഒന്നും കാണാത്ത രീതിയിലുള്ള റൂഫിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു കോർണർ ഭാഗത്താണ് ആ ഒരു വുഡൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മൾട്ടിവുഡിൽ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ഒക്കെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈല് തന്നെയാണ്. അതിനകത്ത് ചെറിയ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഷവറൊക്കെ നോക്കുവാണെങ്കിൽ കാണാം, നമ്മൾ അധികം ഒന്നും കാണാണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഷവറും അതിനെ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ആ നോബ്സ് ഒക്കെ നോക്കിയാൽ കാണാം വളരെ വെറൈറ്റി ആയിട്ട് തന്നെയാണ് അതെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് മുകളിലുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കേണ്ടത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ഈ ഒരു ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. നേരെ കയറി പോകുമ്പോൾ ഒരു വലിയ വോള് നമുക്ക് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് ആ വോളിൽ പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കാണാം. അതിന്റെ താഴെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന റൂഫ് നോക്കിയാലും കാണാം. അവിടെയും പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് വരുന്നത്. ഏറ്റവും ടോപ്പിൽ നമുക്ക് 3 ഹാങ്ങിങ് ലൈറ്റ്സ് കാണാം. അതുകൂടാതെ അവിടേക്കായിട്ട് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വന്നിരിക്കുക. നമുക്ക് ഇവിടെ ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ് കിട്ടുന്നത്. അതിന്റെ മുകളിലൊക്കെ നിറയെ ഹാങ്ങിങ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ ഇവിടെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ കാണാനുള്ളത് മുകളിൽ 2 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് ഹോം തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അതുകൂടാതെ യൂട്ടിലിറ്റി റൂമും കൂടെയാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സ്ഥലത്ത് നമുക്കൊരു ഡോറ് കാണാം. അത് ഇവിടുത്തെ യൂട്ടിലിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണ്. യൂട്ടിലിറ്റി നോക്കുവാണെങ്കിൽ മുകളിൽ റൂഫൊക്കെ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡും കൂടെ കവർ ചെയ്യാനുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിലും ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. നമുക്ക് മുകളിൽ ടെറസ് വന്നിട്ട് തൽക്കാലം ഓപ്പൺ ആയിട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ഹാൻഡ് റെയിൽസ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരെ എത്തി കംപ്ലീറ്റ് ആയിട്ടാണ് സേഫ് ആയിട്ടും ഒക്കെയാണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് കടന്നു വന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. ബെഡ്റൂമിന്റെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വന്നിട്ട് സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x11 13-11 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വേറെ ഒരു കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസ് കാണാം. ഈ വരുന്ന ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു റൂഫിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് യെല്ലോ കളറിലെ LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്, വുഡൻ കളർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കുറച്ച് ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡിനകത്ത് കുറച്ച് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടൈലാണ്. സെറയുടെ ഒക്കെയാണ് നമുക്ക് ഇതെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടു. നമുക്കിനി കാണുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റ് 12-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആ ഒരു വോള് സെപ്പറേറ്റ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 2 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസും വരുന്നത്. ഇതിന്റെയും റൂഫിൽ കുറച്ച് വെറൈറ്റി ഉള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ കുറച്ച് ഡിസൈൻ വരുന്ന ടൈപ്പ് ഒരു ടൈലാണ് ഇവിടേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 3 ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്റർ റൂമിനും കൂടെ ഉള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി തുറന്നിറങ്ങുന്ന സ്പേസ് നമുക്ക് ബാൽക്കണി സ്പേസ് ആയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് പല വീടുകളിലും ബാൽക്കണി നമുക്ക് ആദ്യം കാണുന്ന ആ ഒരു ആവശ്യം മാത്രമാണ്, ആവേശം മാത്രമാണ് നമുക്ക് ബാൽക്കണിയോടെ ഉണ്ടാവുള്ളൂ. ബാൽക്കണിയുള്ള വീട്ടിൽ നമുക്ക് ചേർട്ടിരിക്കാം, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനിരിക്കാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ഈ ബിസി ലൈഫിൽ നമ്മൾ ബാൽക്കണി എന്ന് പറയുന്നത് യൂസ് ചെയ്യാത്തൊരു സാധനമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഹോം തിയേറ്റർ റൂമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ നമുക്ക് പ്ലഗ് പോയിന്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ഹോം തിയേറ്റർ റൂമായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്ട്രോങ് ആയിട്ട് തന്നെയാണ്, ബാക്കി കോൺക്രീറ്റിലാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ടൈലാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ഞാൻ പറഞ്ഞിരുന്നു 30 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ് ഈ കാണുന്നത്. ഏകദേശം 5 വില്ലകളോളം ഇവിടെ പണി കഴിഞ്ഞു. ഒരു വീട് സെയിലായി, 4 എണ്ണം നമുക്ക് സെയിലിന് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീട് കൂടാതെ ലാൻഡ് അളവ് കുറച്ചും കൂടെ കൂടിയതും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വീടുകൾ നമുക്ക് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. ഏത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർബിൾ ഹോംസിനെ തന്നെ സമീപിക്കാവുന്നതാണ്.
മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ആദ്യം തന്നെ അറിഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോകളെല്ലാം സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മളിനകത്ത് കാണിക്കുന്ന ഏത് വീടുകളാണെന്നുണ്ടെങ്കിലും പ്രൈസ് കാര്യങ്ങളെല്ലാം ഓണർ പറയുന്ന അതേ പ്രൈസ് തന്നെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. ഈ വീട് കാണിച്ചു തരിക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് നമുക്കുള്ളത്. പ്രൈസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാം ഇതിന്റെ ബിൽഡറാണ്. അപ്പോൾ ഒരു മീഡിയേറ്ററുടെ സ്ഥാനം മാത്രമാണ് നമുക്കുള്ളത്. നിങ്ങളെ കൊണ്ടുപോയി സേഫായി നിങ്ങളുടെ ഫാമിലി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുപോയി വീട് കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുശേഷം പ്രൈസ് നെഗോസിയേഷൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓണറുമായി നേരിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 3.5 സെന്റ് ലാൻഡിലാണ്. 3.5 സെന്റ് ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഹോം തിയേറ്റർ പ്രൊവിഷനും കൂടെ ഉള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ വെള്ളത്തിനായിട്ട് നമുക്ക് KW ഉണ്ട്. അതുകൂടാതെ കിണർ വെള്ളവും കൂടെ നമുക്ക് ഉള്ളതാണ്. ഈ കാണുന്ന മനോഹരമായ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് വെറും 70 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. കളമശ്ശേരി ഭാഗത്ത് വീട് അന്വേഷിക്കുന്ന ഒരുപാട് പേർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ഓപ്ഷനാണ്. നല്ല രീതിയിൽ തന്നെയാണ് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഇട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.